ടി വി ആണ്. ഞാൻ അവിടെ റൂമിൽ. ഫോണും തെറ്റി. എന്റെ ഫോണ് അതായത് പുറത്തു പോയി സംസാരിക്കാൻ പറ്റില്ല. ഉം. അതിന്റെ സ്പീക്കർ പോയിരിക്കുക. ആ. പിന്നെ സ്പീക്കർ പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോയി ഫോൺ എടുക്കുമ്പോ സ്പീക്കർ ഇട്ടിട്ട് സംസാരിക്കുക. നാട്ടുകാർ കേട്ടില്ലേ? അതെ. അങ്ങനെ പിന്നെ അതിന്റെ ഡിസ്പ്ലേക്കും കംപ്ലൈന്റ് ഉണ്ട്. അത് മാറ്റണം. ഉം. അത് വീണ് വീണ് വീണിട്ടേ ഒന്നും വരുന്ന പിക്ചറുകളും നേരെ കാണുന്നില്ല. അങ്ങനെ കുറെ പ്രശ്നം. പിന്നെന്താ? ഹസ്ബൻഡ് വന്നില്ലേ? വന്നിട്ടില്ല. നാളെ വരും പറഞ്ഞിട്ടുണ്ട്. റെഡി ആയി നിന്നോ? നാളെ റെഡി. വരുന്ന ദിവസം റെഡി ആയി നിന്നോ? എന്തൊക്കെയാണ് റെഡിയാ? ഫുള്ള് കളിയായിരിക്കില്ലേ? അന്ന് നല്ല കളി കളിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യ? കൊറേ നേരം കളിക്കോ? ഞാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ ഇരിക്കും. 4 മണിയൊക്കെ എടുക്കും രാത്രി. 4 മണിയൊക്കെയോ? അതെന്താ? ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് 9-10 പണി എടുക്കുന്നതാണ്. ഇപ്പൊ ഒറ്റ ദിവസമോ? ഒരു ദിവസം രാവിലെ 7 പുലർച്ചെ ഒരു പണിയെടുക്കും. അത് കഴിഞ്ഞൊരു 10:30 നമ്മള് നാശ കഴിയില്ലേ? നാശ കഴിഞ്ഞ് നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ പോണതിന് മുന്നേ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം മോളൊക്കെ സ്കൂളിൽ പോയാല് റൂമിൽ വന്നിട്ട് കുറച്ചു നേരം കിടക്കുന്നു. അപ്പൊ ഒരു പണിയെടുക്കും. അത് ഉച്ചയ്ക്ക് ചോറിന്റെ കഴിഞ്ഞിട്ട് ഒരു 1:30 ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റൂമിൽ കയറുന്നിട്ട് 4 മണിക്ക് 4:30 കുറച്ച് അതിന്റെ ഉള്ളിൽ 3 മണിയൊക്കെ അതിപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങള് നല്ല എനർജിയാണല്ലേ? പിന്നെ രാത്രി കിടക്കുമ്പോ എനിക്ക് ഭയങ്കര മൂടേക്ക് ആകെ തന്നത് റോമില് രക്തം. സെക്സിന്റെ രാജാത്തി എന്നെപ്പോഴും അങ്ങനെ സെക്സിനോട് താല്പര്യം. ചില ആൾക്കാർക്ക് ഓരോ ഇതല്ലേ. എനിക്കതിലാണ് ഭാഗ്യം. ഹസ്ബൻഡിന്റെ ഭാഗ്യം. അതെ. എന്റെ ഭർത്താവ് പറയൂ അയാളുടെ 2ാം ഭാര്യയാണ് ഞാൻ. ഭാര്യയല്ല. അതെ. അതിന്റെ ആദ്യത്തെ ഭാര്യ അങ്ങനെ അതായത് ഇവിടുത്തെ എന്റെ അമ്മൂസൻ കാക്കാൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ടേ ഭർത്താവ് ആദ്യം ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പോയി വീട്ടുന്ന സമയത്ത് അമ്മൂസൻ കാക്കാൻ്റെ കൂടെ എന്തൊക്കെ പരിപാടിയൊക്കെ ആയി വന്നിട്ട് അമ്മ കണ്ടിട്ട് വിളിച്ചു വെച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഡൈവേഴ്സ് ചെയ്തതാണ്. പിന്നെ അങ്ങനെ എന്നെ കെട്ടിയതാണ്. ചാമ്പക്കാരി പെണ്ണാണ്. അവറ് തോന്നിയെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ളതാണ്. അവളെ നോക്കി വേറെ പെണ്ണല്ലോ അയാളുടെ കൂടെ നല്ല വിളിച്ചിട്ട് ഹൈറ്റ് കമ്മിയായിട്ട് നല്ല ചാമ്പക്കാരി പെണ്ണായിരുന്നു. എന്റെ ഭർത്താവ് ആദ്യം സ്കൂളിൽ ഗൾഫിൽ തന്നെ ചെയ്തപ്പം എപ്പോഴും ഗൾഫിൽ 2 മാസം ലീവ് വന്നു കഴിഞ്ഞാല് 2 മാസം ലീവ് വരും. അത് കൂട്ടുകാരന്മാരോട് അച്ഛൻ വിളിച്ചത് എന്നും പുറത്തു പോയിട്ട് ആണ് പറഞ്ഞു തീരുന്നോള് കൂട്ടാന്തരെ കുറിച്ചിരുന്നപ്പം പറഞ്ഞില്ല അമ്മയെ. അതെങ്ങനെ കണ്ടത്? അമ്മൂസും കാക്കയോ? ഏട്ടനനിയന്മാരും മതിലാണ്. ആയിട്ടില്ലേ? ഒരു മോൻ തന്നെ ഉള്ളേ. ശരിക്കും വാപ്പാനെയും മാനെയും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയില്ല ആദ്യം മോനാണ് ഏട്ടനനിയന്മാര്. എന്നിട്ട് അവളെ സമ്മതിച്ചോ പണിക്ക്? അപ്പൊ നീ വേറെ ആരെങ്കിലും കളിച്ചില്ല ഹസ്ബൻഡ് അല്ലാണ്ട്? ആരിപ്പം? പിന്നെ അവനങ്ങനെ ഞങ്ങൾ ഭയങ്കര ലവ് പോയി. എന്റെ അറബിലേക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു മാമ ഞാൻ ബാബ മാഫി മാമ മാഫി അപ്പവും മാഫി കുഞ്ഞിനപ്പവും മാഫി എനിക്ക് ടെൻഷനാവും. അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോട്ടെ എന്റെ കൂട്ടുകാരൻ്റെ കൂടെ പറഞ്ഞു. അതായത് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു മാസത്തിൽ ലീവൊക്കെ ഉള്ള ചേച്ചിയായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ എന്നെ കൂടാൻ എന്നെ അറബി വിട്ടില്ല. ഞാന് ഓർമ്മ മാഫി പറയും പുറത്തൊന്നും പാടില്ല പറയും. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ എന്റെ അറബിന്റെ കാലൊക്കെ പിടിക്കും. എന്താ അതിന്റെ ആടില്ല എന്റെ എല്ലാവരും നാട്ടിലല്ലേ ഒരു എന്റെ നാട്ടുകാരനൊക്കെ കണ്ടല്ലേ ഇത് സംസാരിക്കാനും പിടിക്കാനും പറ്റുള്ളൂ. അപ്പൊ മാമ അങ്ങനെ റൈറ്റ് സെക്കൻഡിനെ സമ്മതിച്ചു. എന്റെ പറയും ശരി മാഫി മുഷ്കി പക്ഷെ പറയും എനിക്ക്. അപ്പൊ അങ്ങനെ ആയിട്ട് ഞാനും മാസത്തിൽ ലീവ് വാങ്ങാൻ തുടങ്ങി.